പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഹോദര്യത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും ദൈവദൂതൻ. പിതാവുമായിട്ട് പല പ്രാവശ്യം കാണുവാനും പരിചയപ്പെടുവാനും സ്നേഹ സംഭാഷണം നടത്തുവാനും ഒക്കെ സാധിച്ചു. എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഫാദർ അഗസ്റ്റിൻ, വെൽക്കം ടു ലൈഫ് ഇൻ ജർമ്മനി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മാർപ്പാപ്പയും സ്വീകരിക്കാത്ത പേരുമായി തൻ്റെ അജപാലനം തുടങ്ങിയ മാർപ്പാപ്പ ഫ്രാൻസിസ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിത വഴി റോമിൽ ആരംഭിക്കുകയാണ്. അസാധാരണമായ പല വഴികളിലൂടെയും അദ്ദേഹം യാത്ര ചെയ്തു. വേൾഡ് യൂത്ത് ഡേ ആഘോഷങ്ങൾക്കായി ബ്രസീലിലെത്തിയപ്പോൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. അറേബ്യൻ നാടുകളിലേക്ക് ആദ്യമായി എത്തുന്ന മാർപ്പാപ്പ മുസ്ലിം സഹോദരങ്ങളൊക്കെയായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചു അദ്ദേഹം. ഫ്രാൻസിസ് പാപ്പായുമായി എനിക്ക് അടുത്ത ബന്ധമൊന്നുമില്ല. പല പ്രാവശ്യം കാണുവാൻ സാധിച്ചു. കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ബന്ധം അദ്ദേഹത്തിന് എന്നോടും ഉണ്ടായിരുന്നു. ആദ്യമായി കണ്ടത് 2016 എൻ്റെ ചാച്ചൻ ജർമ്മനിയിൽ വന്നപ്പോൾ എൻ്റെ സഹോദരന്മാരോടും ചാച്ചനോടും കൂടെ റോമിൽ പോയി. പാപ്പയെ കണ്ട് ചാച്ചൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഏറ്റവും വാത്സല്യത്തോടുകൂടി മാർപ്പാപ്പ ചാച്ചനെ സ്നേഹപൂർവ്വം ആശീർവദിച്ചു. മാർപ്പാപ്പയെ കണ്ടെടുത്ത് പോൾ ദ 6th ഹോളിൽ നിന്ന് ചാച്ചൻ പുറത്തിറങ്ങിയപ്പോൾ മക്കളായി ഞങ്ങളോട് പറയാണ്, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് നിറകണ്ണുകളോടെ ചാച്ചൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നനുത്ത ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024, എൻ്റെ ഇടവകയിലുള്ള ഒരു മ്യൂസിക് ഗ്രൂപ്പുമായി വീണ്ടും മാർപ്പാപ്പയെ കാണുവാൻ ഒരു അവസരം ഉണ്ടായി. പതിവ് അനുസരിച്ചുള്ള ബുധനാഴ്ച ഓഡിയൻസ് മുഴുവൻ സമയവും മാർപ്പാപ്പയെ മ്യൂസിക്കിലൂടെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് അപൂർവമായ ഒരു അനുവാദം കിട്ടി. മാർപ്പാപ്പയുടെ സ്റ്റേജിനടുത്ത് ഞങ്ങൾക്ക് സ്ഥാനം തരികയും അദ്ദേഹത്തിന് വേണ്ടിയും ലോകം മുഴുവൻ നിന്നുള്ള പിൽഗ്രിംസിന് വേണ്ടിയിട്ടും ഒക്കെ പാട്ടുകൾ പാടുവാനും വായിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു അത്യപൂർവമായ അവസരം അദ്ദേഹം തരികയുണ്ടായി. ഓഡിയൻസിന് ശേഷം എൻ്റെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഒരു പിതാവ് മക്കളുടെ കൂടെ ചെലവഴിക്കുന്ന ഒരു 10-15 മിനിറ്റ് ചെലവഴിച്ചു. നന്നായി ജർമ്മൻ പറയുന്ന മാർപ്പാപ്പ ഞങ്ങളോട് ജർമ്മൻ ഭാഷയിൽ അധികം സമയം സംസാരിക്കുകയൊക്കെ ഉണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുമായിട്ട് സെൽഫി എടുക്കുകയും തമാശ പറയുകയും ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് പിതാവ് എൻ്റെ കയ്യെ പിടിച്ചിട്ട് എന്നോട് പറയാണ്, മോനെ, എനിക്ക് വേണ്ടി നിങ്ങളൊരു പാട്ട് പാടാവോ എന്ന്. എൻ്റെ അമ്മ കോരിത്തെരിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു. തീർച്ചയായിട്ടും പിതാവേ എന്ന് പറഞ്ഞു. ഞാൻ ഗ്രൂപ്പിനെ കയറ്റി നിർത്തി. ഞങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പാട്ട് പാടി, ഞങ്ങൾ ആടി പാടി. മാർപ്പാപ്പ ഞങ്ങളുടെ പാട്ടിന് താളം പിടിച്ചു. തന്നെ ഓഗസ്റ്റ് മാസത്തിൽ അൾത്താര ബാലസംഘത്തിലെ കുട്ടികളുമായിട്ട് വീണ്ടും പിതാവിനെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീണ്ടും കാണാൻ മോനെ എന്ന് വളരെ വാത്സല്യത്തോടുകൂടി കൈപിടിച്ച് പറയുകയും എൻ്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സ്നേഹപൂർവ്വം അനുഗ്രഹിച്ച് ടാറ്റ തന്ന് പിതാവ് അടുത്ത ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോയി. ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഉണ്ടായത്.
കഴിഞ്ഞ ഓഗസ്റ്റിൽ വീണ്ടും പാപ്പയെ കാണുവാനായിട്ട് അൾത്താര ബാലസംഘത്തിൻ്റെ കൂടെ പോവുകയാണ്. 60,000-ഓളം വരുന്ന അൾത്താര ബാലസംഘത്തിലെ ചെറുപ്പക്കാരുടെ കൂടെ മാർപ്പാപ്പ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയും ആടുകയും ഞങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. Papa Francesco! Papa Francesco! അന്നും നേരിട്ട് കാണുവാനായിട്ടും സംസാരിക്കാൻ ഒരു അവസരം പിതാവ് ഒരുക്കി തരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, പിതാവേ, ഈ വരുന്ന 2026 പെന്തക്കോസ്ത നാളിൽ അടുത്തൊരു മ്യൂസിക് ഗ്രൂപ്പുമായിട്ട് പിതാവിനെ കാണാൻ വരും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, മോനെ, തീർച്ചയായിട്ടും ഇനിയും കാണാം, എല്ലാം തമ്പുരാൻ്റെ കയ്യിലല്ലേ എന്ന്. ഒരു പ്രവചനം പോലെ മനസ്സിലിങ്ങനെ അലയടിച്ച് നിൽക്കുന്നു. വീണ്ടും കാണാമല്ലോ മോനെ, എല്ലാം തമ്പുരാൻ്റെ കയ്യിലല്ലേ എന്ന്. ഞങ്ങളുടെ കൂടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് വീൽ ചെയറിൽ അദ്ദേഹം യാത്രയാകുന്നതിന് മുമ്പ് ഞങ്ങളോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു, മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്ന്. അപ്പം അങ്ങനെ സെൽഫിയും എടുത്ത് കൈയും വീശി വീൽ ചെയറിൽ വളരെ സന്തോഷത്തോടു കൂടി സുസ്മേരവദനായി കടന്നു പോകുന്ന മാർപ്പാപ്പ എന്നെപ്പോലൊരു സാധാരണ ഇടവക വികാരിയൊക്കെ ഓർത്തെടുക്കാൻ മാത്രം ഒരു വാത്സല്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. പൗരനായിട്ട് വിശ്വമാനവികതയുടെ അപ്പസ്തോലനായിട്ട് ലോകമെമ്പാടും എല്ലാവരും വാഴ്ത്തുന്ന പിതാവ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാ മതങ്ങളിലും ദൈവാംശമുണ്ടെന്നും എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടവരാണെന്നും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, റെഫ്യൂജീസിനോടും മറ്റ് മതക്കാരോടൊക്കെ അദ്ദേഹം കാണിച്ച അടുപ്പം, സ്ത്രീകൾ സഭയിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം വാശി പിടിച്ച മാർപ്പാപ്പ, പിതാവേ, അങ്ങയുടെ പാത പിന്തുടർന്ന് ഇനിയും സഭയും ലോകവും മുന്നോട്ട് പോകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ പിൻഗാമികളെ ഇനി കാണുവാനുള്ള ഭാഗ്യം എനിക്കും ഈ ലോകത്തിനും ഇനിയും ഉണ്ടാവും. പക്ഷെ പിതാവേ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അതേ സ്നേഹത്തോടെ പിതാവിനെയും മാതാപിതാക്കളോട് ചേർത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഫ്രാൻസിസ് പിതാവേ, നന്ദി. തന്ന ഊഷ്മള സ്നേഹത്തിന്, പിതൃതുല്യമായ കരുതലിന്.